വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. ഇപ്പോൾ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും നൈറ്റിലാണ് ഉണർന്ന് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ നൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനുള്ളതാണ്. ഇച്ചിരി നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേറ്റ് കർമ്മനിരതരായി ആ ഒരു പകൽ സമയത്ത് എനർജറ്റിക് ആയിട്ടുള്ള ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ചെയ്യേണ്ടതാണ്. അതിനാണ് നമ്മൾ നിയോഗിതരായിട്ടുള്ളത്. പക്ഷേ ഇതിന് പകരം പല ചെറുപ്പക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പകൽ 12 മണി വരെ 3 മണി വരെ, ചില ചെറുപ്പക്കാരൊക്കെ പുലർച്ചെയൊക്കെയാണ് ഉറങ്ങുന്നത്, രാത്രി ഉറങ്ങുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉറങ്ങേണ്ട സമയമുണ്ട് പ്രകൃതിപരമായി. മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ ഉറങ്ങിയിരിക്കേണ്ട സമയം, ഒരു ഉദാഹരണം പറഞ്ഞാൽ രാത്രി 11 മണി മുതൽ 1 മണി വരെയാണ് നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിൻ്റെ മെയിൻ്റനൻസ് പ്രോസസ്സ് നടക്കുന്നത്. ആ സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അയാളുടെ ലിവറിൻ്റെ മെയിൻ്റനൻസ് പ്രോസസ്സ് നടക്കില്ല. അയാളുടെ ലിവർ കൂടുതൽ വൈകാതെ അപകടത്തിലേക്ക് വരും. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും രാത്രി ഓരോ സമയമുണ്ട്, ഒരു സൈക്കിളുണ്ട് ഇതിന്. പ്രപഞ്ചം മുഴുവനും ഇരുട്ട് വ്യാപിച്ച് ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യമാക്കി തന്നാൽ പിന്നെ അവിടെ വലിയ ലൈറ്റ് കത്തിച്ച് കളിക്കാൻ പോകരുത്. കളിക്കുന്നത് വളരെ നല്ലത്, അതൊക്കെ ഡേ ടൈമിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ 9 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഉറങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ മാക്സിമം 4 വരെ. രാത്രി പരമാവധി നേരത്തെ ഉറങ്ങണം, ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും പരമാവധി 9-ന് പറ്റില്ലെങ്കിൽ 10-ന് പറ്റില്ലെങ്കിൽ 11-ന്. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും പുറത്താണ്. നമ്മുടെ ബോഡി രാത്രി വിശ്രമിക്കുന്ന സമയത്ത് നടക്കുന്ന അത്രയും ആരോഗ്യ മെയിൻ്റനൻസ് പ്രോസസ്സ് പകൽ സമയത്ത് എത്ര ഉറങ്ങിയാലും നടക്കില്ല. അതുകൊണ്ട് പലതും നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും വേണം. ഫ്രണ്ട്ഷിപ്പ് പകൽ സമയങ്ങളിലാവാം, രാത്രി നമുക്ക് ഫാമിലിക്കുള്ളതാണ്. അത്യാവശ്യമെങ്കിൽ പുറത്തു പോകാം. രാത്രി സമയം ഫാമിലിക്കുള്ളതാണ്. കല്യാണം കഴിഞ്ഞവരും ഇങ്ങനെ പരപരാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് ഈ രാത്രി സംഘങ്ങൾക്കിടയിൽ MDMA അടക്കമുള്ള മദ്യമടക്കമുള്ള പല കാര്യങ്ങളും സജീവമാണ്. മക്കൾ പുറത്തു പോകുന്നത്, രാത്രി സമയത്ത് പോകുന്നത് മാതാപിതാക്കൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ MDMAക്കാരായി മാറും. MDMAക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ 2-3 മാസം, ചിലപ്പോൾ 2-3-4 ചില കോഴ്സുകൾ, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെ കോഴ്സുകൾ 5 വർഷം വരെ മെഡിസിൻ കഴിച്ച് ജീവിക്കേണ്ടത് പലപ്പോഴും കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ യുവാക്കളെ രാത്രി അത്യാവശ്യമുണ്ടെങ്കിൽ പുറത്തു പോവുക, തിരിച്ചു വരിക. ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള യാത്രകളൊക്കെ പകൽ സമയത്താവട്ടെ. റോങ് സ്ലീപ്പിംഗ് പാറ്റേൺ ആണ്, റോങ് ഈറ്റിംഗ് പാറ്റേൺ ആണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാത്രി ലേറ്റായിട്ട് കിടന്നാൽ, രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളമാണ്. അത് പറയാൻ മാത്രം ഒരുപാട് എപ്പിസോഡുകൾ വേണ്ടി വരും. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ഡേ ടൈം എന്ന് പറയുന്നത് അധ്വാനിക്കാനും കളിയും ചിരിയും തമാശയും കളി തമാശകളും ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം ഉള്ളതാണ്. സൺഡേയ്സ്, വീക്കെൻഡുകൾ നമുക്കുണ്ടാവും. അന്നൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഉപയോഗപ്പെടുത്താം. രാത്രി സമയം പ്രധാനമായും ഫാമിലിക്ക് വേണ്ടി പഠനത്തിനും പ്രിപ്പറേഷനും മറ്റ് എൻജോയ്മെൻറ്റ്സിനും വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്.